നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഒരു മിറർ വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. ആദ്യം നമുക്ക് ആ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് 2.5 ഇഞ്ച് ഗ്യാപ്പിൽ ആ നെക്ക് ഫുള്ളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ബാക്ക് നെക്ക് ഫുള്ളും ഫ്രണ്ട് റൈറ്റ് സൈഡ് നെക്കിലും 2.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് ഞാൻ ഫുള്ളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ B7000 ഗ്ലൂ ഈ മിററിലൊക്കെ ഒന്ന് ബാക്കിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ പ്ലേസിലെല്ലാം ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടെടുക്കാം. B7000 ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ അത് ക്ലോത്ത്സിലൊന്നും പെടാതെ തന്നെ നീറ്റായിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റായിട്ട് ആ സ്റ്റോണിൽ വരുന്ന രീതിക്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ കോപ്പർ കളറിൽ റൈസ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ ക്ലോത്തിൻ്റെ കളറിൽ വേണം നിങ്ങൾ ത്രെഡ് എടുക്കാൻ. 2 സ്ട്രാൻഡ്സിൽ ഞാനൊന്ന് ത്രെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ച ആ ഗ്ലാസിൻ്റെ ഒരു എൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിലൊരു റൈസ് ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കാം. ഇനി അതിനെ ഒരു സൈഡായിട്ട് പിടിച്ച് അങ്ങനെ ചരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ പ്ലേസിൽ തന്നെ വീണ്ടും സൂചി കുത്തി പൊക്കി മുകളിലോട്ട് എടുക്കുക. വീണ്ടും നമുക്കൊരു റൈസ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ അടുത്ത സൈഡായിട്ട് ഇങ്ങോട്ട് തിരിച്ച് ചരിച്ച് വെച്ച് ഒരു സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ശകലം ഫ്രണ്ടിലോട്ട് നീക്കിയിട്ട് വീണ്ടും നമുക്ക് സൂചി കുത്തിപ്പൊക്കിയെടുക്കാം. വീണ്ടും ഒരു റൈസ് ബീഡ് കോർത്തതിന് ശേഷം അതിനെ നേരായിട്ട് വെച്ച് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ നേർക്ക് താഴത്തെ വശവും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് എടുത്തത്. ഡയമണ്ട് ഷേപ്പ് തന്നെ വേണമെന്നുള്ളത് ആവശ്യമില്ല. നിങ്ങൾ സർക്കിൾ ഷേപ്പിൽ എടുത്തിട്ട് ഇതുപോലെ 2 സൈഡ് നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിലും അതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന രീതിക്ക് അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലും ഇതുപോലെ 2 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്ത എല്ലാ മിററിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഈ 2 സൈഡും ആ ബീഡ്സ് കോർത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒന്നുകൂടി കോർത്ത് കൊടുക്കും. അല്ലേ അത് നമ്മൾ ശകലം ഫ്രണ്ടിലോട്ട് നീക്കിയിട്ട് കോർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് കാണാൻ ഒരു ഭംഗിയുള്ളൂ. ഞാനിവിടെ ഈ നെക്കിൽ വേറെ ഡിസൈൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. വെറുതെ ഇത് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 മിറർ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഓരോ ക്ലിപ്പ് സ്റ്റോൺസ് കൂടെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്ലൗസിൻ്റെ ബോഡി പാർട്സിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിറർ പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഈ വർക്കിന് നമുക്കങ്ങ് കൂടുതൽ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു വർക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെഗ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്ക് നെഗും ഫ്രണ്ട് നെഗിലെ റൈറ്റ് സൈഡുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ഇങ്ങനെ സ്ലീവ് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നെഗിൽ 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. സ്ലീവിൽ നമുക്ക് 2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത പ്ലേസിലൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ പേസ്റ്റ് ചെയ്തതുപോലെ തന്നെ ആ മിറർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്ലീവിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ മിറർ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ ഉടനെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് ഉണങ്ങാനായിട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും. ഞാനിവിടെ 2 സ്ലീവിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ലീവിലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്ലീവിൽ 2ലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൂടെ കൊടുക്കാം.
ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെയും നമുക്ക് ഇതുപോലെ ഡയമണ്ട് ഷേപ്പ് ഒരു മിറർ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുവരെ 2 സൈഡിലാണ് സ്റ്റിച്ച് ചെയ്തതല്ലേ. ഇവിടെ ഇതിൻ്റെ 4 സൈഡും ഒന്ന് അതുപോലെ തന്നെ നമുക്ക് റൈസ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.